നവംബർ 27 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. പ്രശസ്തിയിലെ അപകടങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി 11ാമത്തെ പാരമ്പര്യത്തിൻ്റെ ലേഖനത്തിലെ ഭാഗമാണ്. തുടക്കകാലത്ത് നമ്മൾ വ്യക്തിപരമായി അംഗങ്ങൾ തങ്ങളുടെ പേരുകൾ പരസ്യം ചെയ്തുകൊണ്ട് അത് ഇത്ര സെലിബ്രിറ്റി ആണെങ്കിലും ആ സെലിബ്രിറ്റി ഈ ഒരു ഫെലോഷിപ്പിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആളുകളെ ആകർഷിക്കാൻ ശ്രമിച്ചില്ല. കാരണം പല സമയങ്ങളിലും സെലിബ്രിറ്റികളുടെ വരവ് ഫെലോഷിപ്പിന് ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ അനോണിമിറ്റി ലംഘിച്ചപ്പോഴൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പഠിച്ച പാഠമുണ്ട് അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ. പത്രങ്ങളൊക്കെ ആദ്യകാലത്ത് അങ്ങനെയൊന്നും വേണ്ട, അവർ തന്നെ നമ്മളെ പഠിപ്പിക്കുക, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ ഫെലോഷിപ്പ് മറ്റ് സംഘടനയെ കണ്ടോ അവർക്ക് നല്ല പേര് കിട്ടി. നമ്മളെപ്പോഴും കാണാം, നമുക്കെപ്പോഴും വേറൊരു വാർപ്പ് മാതൃക നമ്മുടെ മുന്നിൽ വയ്ക്കും. അവിടെയും അങ്ങനെ ഏതെങ്കിലും ഒന്നിൻ്റെ പുറകെ പോയില്ല. നമ്മുടെ പ്രാഥമിക ലക്ഷ്യം വളരെ കൃത്യമായി തന്നെ അന്നുള്ള പഴമക്കാർ നമ്മുടെ ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ബില്ലടക്കമുള്ള പഴമക്കാർ. നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ അനാമധേയത്വത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം ആദ്യകാലത്ത് അവർക്ക് പത്രക്കാരടക്കമുള്ള ആളുകൾക്ക് ഭയങ്കര ഇതെന്താ ഒരു ടീം ഓരോരുത്തർ പേര് കിട്ടാനായിട്ട് നടക്കുന്ന സമയമാണ്. ഇവിടെയാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്, ഞങ്ങൾക്കല്ല, ഞങ്ങൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, ഞങ്ങൾ അജ്ഞാതരായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്ന് പറയാൻ. അപ്പോൾ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഷ്യൽ ഇൻസിസ്റ്റിൻ്റെ ഫലമായിട്ട്, സാമൂഹിക ജന്മവാസനയുടെ ഫലമായിട്ടാണ് നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അറിയപ്പെടുന്ന രീതിയിൽ നടക്കുന്നതും. എന്തിനധികം ഒരു ഷെയറിങ് പോലും നമ്മൾ പരിശോധിച്ചാൽ മതി, നമ്മൾ ഈ ഇൻസിസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. നമ്മൾ വളരെയധികം മറ്റുള്ളവരിലെ കെയർ ചെയ്ത് തന്നെ നടക്കുന്ന സമൂഹത്തിലെ ഭാഗമായിക്കൊണ്ട് നമ്മളൊക്കെ പറയും മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്നുള്ള വിഷയമല്ല എന്നൊക്കെ നമ്മൾ ആശ്വസിക്കാൻ പറയുമെങ്കിലും അങ്ങനെ സമൂഹത്തിൽ നോക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ തുടങ്ങിയ സമയത്ത് തന്നെ പത്രങ്ങളിലേക്കൊക്കെ വാർത്ത കിട്ടാനും ആളാവാനും ഒക്കെ ഉള്ള ആഗ്രഹമുള്ള മദ്യാസക്തർ തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിലേക്കുള്ളൊരു കാര്യം വരുന്നത് എന്നും പിന്നീട് അവർക്ക് വളരെ കൃത്യമായി മനസ്സിലായി. അവർക്ക് സാധാരണ സംഘടനയിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് പ്രാഞ്ചേട്ടന്മാരില്ലാതെയുള്ള സംഘടന കാണുമ്പോൾ ഒരു വല്ലാത്ത സംഭവമാണ്. ഇവിടെ അണങ്ങി കഴിഞ്ഞാൽ പ്രാഞ്ചേട്ടന്മാരാവാൻ മത്സരിക്കുന്ന ഒരു സമൂഹത്തിൽ വേണ്ട, ഞങ്ങൾ പറയുന്ന ആദർശം അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഏറ്റവും പ്രധാനം. അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് ഞങ്ങളുടെ സുബോധമാണ്, അത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾക്ക് അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ആരാണ് എന്നുള്ളതല്ല. ഓരോ മനുഷ്യരും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനും ആ കൂട്ടായ്മയുടെ ഭാഗഭാക്കാവാനും ഈ കൂട്ടായ്മ ഇനിയും മുന്നോട്ട് തന്നെ ഇനി വരാനിരിക്കുന്ന എത്രയോ കാലമായുള്ള മദ്യാസക്തർക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെട്ടിട്ടുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും വരാം ഇവിടെ. അവിടെ ആ സന്ദേശത്തിനാണ് പ്രാധാന്യം. മദ്യരഹിതമായ സുബോധാവസ്ഥ നിലനിർത്തുകയും മറ്റുള്ളവരെ അതിനായി സഹായിക്കുക. ആ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഇവിടെ സെൽഫിഷ് പ്രോഗ്രാമായിട്ട് മാറുന്നത്. അവിടെ കണക്കുകൾ പറയുന്നില്ല, ത്യാഗത്തിൻ്റെ കഥകളില്ല, ഞാൻ കൂട്ടിരുന്നതിൻ്റെ കഥകളില്ല, ഞാൻ ഇരുന്നു, കാരണം അതിനൊന്നും ഒരു പ്രാധാന്യം ഇല്ലാതെയാവുകയാണ്. എൻ്റെ പ്രവർത്തികൾ എന്തിനാണ്? തീർച്ചയായിട്ടും അത് എൻ്റെ സുബോധത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, സംഘടനയുടെ സ്ഥിരമായിട്ട് ഒരാൾ സെക്രട്ടറി ആയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന ഗ്രൂപ്പാണ്, അതൊക്കെ അനോണിമിറ്റിയുടെ ഇതാണ്. ആ പ്രശസ്തി ഇല്ലാതിരുന്ന മാത്രമാണ്. അതല്ലാതെ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ, നമ്മൾ തന്നെ അത്തരത്തിലേക്ക് റൊട്ടേഷനൊക്കെ നടക്കാതെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം നമുക്കും ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഒരു പ്രദേശത്തെ മീറ്റിങ്ങുകളിലൊക്കെ പോകുന്ന അപ്പോൾ ആൾക്കാർ നമ്മളോട് പറയുകയാണ്, നന്നായിരുന്നു കേട്ടോ ഷെയറിംഗ് ഒക്കെ, നിങ്ങളുണ്ട്, പുതുമക്കാരൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ കരുതും നമ്മളങ്ങ് പുതുമക്കാരെ കാണുമ്പോഴേക്കും അങ്ങ് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, പക്ഷെ അത് കൊടുക്കേണ്ട രീതിയുണ്ട്. നമ്മുടെ ഉള്ളിൽ ഞാൻ കൊടുക്കുകയാണ് വലിയ രീതിയിൽ, ആ രീതി എന്താവും, അത് പഠിപ്പിക്കലായി മാറുകയും ഈ 11ാമത്തെ പാരമ്പര്യത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ മീറ്റിങ്ങിലാവുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ അനോണിമിറ്റിയുടെ ഏതൊക്കെ തലം, ആത്മീയമായ തലത്തിൽ വലിയ അർത്ഥതലങ്ങൾ നിൽക്കുന്ന ഒന്നാണ് അനോണിമിറ്റി. ഈ അനോണിമിറ്റിയെ, അനാമധേയത്വം എന്നുള്ളത് നമ്മുടെ പേര് പത്രങ്ങളിൽ എഴുതാതിരിക്കുന്നത് മാത്രമല്ല, അവിടെ തൊട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആ മീറ്റിങ്ങുകളിൽ ഞാൻ സ്ഥിരമായി ഷെയർ ചെയ്യുമ്പോൾ ഞാനൊരു 15 മിനിറ്റ് 20 മിനിറ്റ് എടുത്ത് കളയാം, ഇത് മുൻകൂട്ടി ഗ്രൂപ്പ് എന്നോട് ആവശ്യപ്പെടാതെ. കാരണം എന്താ, പുതുമക്കാർക്ക് കിട്ടിക്കോട്ടെ, ബാക്കിയുള്ളവരൊന്നും അത്ര പോരാ. ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ അറിയോ, ഞാൻ അനാമധേയത്വ പാരമ്പര്യം 11ാം പാരമ്പര്യത്തിൻ്റെ അഗെയിൻസ്റ്റാ.
അവിടെ എന്താ അനാമധേയത്വത്തിന് കാര്യം എന്ന് ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ആളുകളിയുണ്ട്, ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ബോധ്യം. അതിനെപ്പോലും മാറ്റി നിർത്താൻ സഹായിക്കുകയാണ്. ഈ പ്രശസ്തിയുടെ വേറെ രൂപമാണ് അടുത്തിരിക്കുന്നവനേക്കാൾ ഉയർന്നവനാണ് എന്നുള്ള ചിന്ത. തീർച്ചയായിട്ടും അനോണിമിറ്റിയുടെ ഭാഗമാണ്. മറ്റുള്ളവരെ ലാക്കാക്കിക്കൊണ്ടുള്ള ഷെയറിങ്, മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ആ മനോഭാവം, ഏതെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കുകയാണ് എന്ന വ്യാജേന, അല്ലെങ്കിൽ വ്യാജേന അല്ല, സഹായിക്കുകയാണെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ കരുതുകയും, പക്ഷെ ഞാൻ എന്താവുന്നു, ഞാൻ ഉപദേശവും പഠിപ്പിക്കലുമായി മാറുകയും മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യുന്നത് സഹായത്തെക്കാൾ അവർ എന്നെ വെറുക്കാനുള്ള കാരണമാവുകയും ചെയ്യും. ഇത് ഞാൻ തിരിച്ചറിയില്ല. ഞാനൊരു ബ്ലീഡിങ് ഡീക്കണാവുന്നു, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളാവുന്നുണ്ട്, ഞാനൊരു പഠിപ്പിക്കലുകാരനാവുന്നുണ്ട്, എൻ്റെ ഷെയറിങ്ങും എൻ്റെ പഠിപ്പിക്കൽ രീതികളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്, എന്നെ കാണുന്നത് തന്നെ അത്തം ചതുർത്ഥിയെ പോലെ ആയിട്ടുണ്ട് എന്ന് ഞാൻ അറിയില്ല. ഞാൻ അപ്പോഴും ഈ പറയുന്ന ആളുകളൊന്നും ശരിയല്ല, അവർ കൃത്യമായ രീതിയിലല്ല പോകുന്നത് എന്ന തെറ്റിദ്ധാരണ വരും ഈ ഒരു പാരമ്പര്യത്തെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ പ്രസ്, റേഡിയോ, TV അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നീ സ്ഥലങ്ങളിൽ എൻ്റെ പേര് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒപ്പം പ്രദർശിപ്പിക്കാത്ത, അതേപോലെ തന്നെ ഞാനൊരു സംഭവമാണ് എന്ന രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഫെലോഷിപ്പിൽ പ്രവർത്തിക്കുന്നതും അവിടെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെല്ലാം അനോണിമിറ്റിയുടെ പാരമ്പര്യത്തിൻ്റെ കീഴെ വരുമെന്നുള്ളതും വളരെ കൃത്യമായിട്ട് ആ പത്രക്കാരടക്കം അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ പത്രക്കാരൊക്കെ പിന്നീട് നമ്മുടെ വാർത്തകൾ നിരന്തരമായി കൊടുത്തു. നമുക്ക് ഇന്നും അറിയാം, ആളുകൾ നമ്മൾ അത്തരത്തിലേക്കൊരു മനോഭാവം വരുമ്പോൾ നമ്മുടെ വാർത്തകൾ അവിടെ വ്യക്തിക്കൊരു പ്രാധാന്യമില്ലാതെ ഉള്ളൊരു ഫെലോഷിപ്പിനെ കുറിച്ച് വാർത്തകൾ കൊടുക്കുക അവർക്ക് ഇഷ്ടം, അവർക്ക് മനസ്സിലാവും, അവർ വിലയിരുത്തും. ഇയാളുടെ ഉദ്ദേശം എന്താ, ഇയാൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പറയില്ല. നമ്മളുടെ വർത്താനത്തിൽ, നമ്മുടെ പറച്ചിലുകളിൽ നിന്ന് അവർക്ക് നമ്മളെ മനസ്സിലാക്കാം. അവർ എത്രയോ പേരെ കാണുന്നതാണ്. അവിടെ നമ്മൾ വ്യക്തിഗതമായ പേരെടുക്കലിനല്ലാതെ നമ്മുടെ ആളുകളിയല്ലാതെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന ആ മനോഭാവം, അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിയത്, ഇത്രയധികം ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രവർത്തന രീതി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്ന അനാമധേയത്വത്തിൻ്റെ അടിത്തറയെ വിപുലമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ എൻ്റെ ഹോം ഗ്രൂപ്പിൽ തൊട്ട് ഞാൻ പോകുന്ന മീറ്റിങ്ങുകൾ വരെ ഉള്ള സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി പാരമ്പര്യ പരിശോധനകൾ നടത്തുക. ഞാൻ എന്നോട് പറയേണ്ടതാണ്. ആ പാരമ്പര്യ പരിശോധന പ്രകാരം എൻ്റെ ആളുകളി കൂടി കുറയ്ക്കാനായിട്ട് ആ പ്രശസ്തിയിൽ അപകടം പറയും, ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഭാവത്തെ അടിച്ച് മാറ്റി ഞാനിരിക്കേണ്ടതുണ്ട്. കാരണം എൻ്റെ അഭിമാനബോധം സന്തുലിതമാക്കണം. ഈഗോ എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. വളരെ നിസാരമായിട്ട് നമ്മുടെ മാനസിക വൈകാരികത തെറ്റി നിൽക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, മറ്റ് പ്രശ്നമായിരിക്കാം, അവിടങ്ങളിലൊക്കെ നമുക്ക് ഈഗോ കടന്നു വന്നാണ്. നമ്മൾ ആരും വേറൊരാളെ പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മളെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് കടുത്ത നീരസവും ദേഷ്യവും വരും. അതുവരെ സുഹൃത്തായിരുന്ന ചെറിയ വിമർശനം പോലും നമുക്ക് താങ്ങാൻ പറ്റും. നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. അവിടെ നമ്മുടെ ബന്ധം തീർന്നു. ഇന്നലെ വരെ എത്ര സുഹൃത്തായി കഴിഞ്ഞാലും നമ്മൾ കടുത്ത രീതിയിൽ തുടങ്ങുക അയാൾക്കെതിരെ, ഉള്ളതും ഇല്ലാത്തതും കണ്ടത്. കാരണം നമ്മുടെ ആശയമല്ല അയാൾ പറഞ്ഞ, അയാൾ നമ്മളെ എതിർത്ത കഴിഞ്ഞു. അപ്പോൾ ആ മനോഭാവം മാറണം എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ആളുകളെ കുറയ്ക്കണം. അതല്ലാണ്ട് ഈഗോ മാറ്റൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് മാത്രമല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഒരാളെ കുറച്ചധികം ഒരാളുടെ വിഷയാവതരണം ഉണ്ടായി, പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യവും എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഭാഗത്ത്. അപ്പോൾ ആ വിഷയാവതരണം എക്സ് എന്ന് പറയുന്ന ഒരു പഴമക്കാരനോ ആളെ നടത്തിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുമക്കാരനായിരിക്കാം, എനിക്ക് ശേഷം വന്നൊരാളാണെന്ന് ഉദാഹരണത്തിന് വെക്കുക, അയാളുടെ ഷെയറിങ് നന്നായി എന്ന് വേറൊരാൾ പറഞ്ഞാൽ അവൻ അങ്ങനെ ഉടൻ തന്നെ ഞാൻ പറയുന്നത് അറിയാം, എൻ്റെ ഉള്ളിൽ അസൂയ വേറെ രീതി പുറത്തു വരിക. അപ്പം ഈ അംഗീകരിക്കപ്പെടാനുള്ള കൊഞ്ചൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതിൻ്റെ കാരണം, അപ്പൊ ഇത്തരം കാരണങ്ങളെ പോലെ, അപ്പൊ നമ്മുടെ ആ മാരക പാപങ്ങൾ, മറ്റുള്ളവരുടെ വളർച്ചയെ തടയുന്ന നമ്മുടെ ഉള്ളിലെ കുഴപ്പങ്ങൾ, ഇതെല്ലാം മാറ്റാൻ അനോണിമിറ്റിയെ വ്യക്തിപരമായി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ തൊട്ട് എന്തിനധികം ഈ 11ാം പാരമ്പര്യം എൻ്റെ കുടുംബത്തിലടക്കം എനിക്ക് പുലർത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതിനെ പരിശോധിച്ചുകൊണ്ട് എൻ്റെ ആളുകൾ, ഞാനാണിത് ചെയ്യുന്ന കുടുംബത്തിലെ നാഥൻ എന്നുള്ള ആ ഭാവം ചുരുക്കി കഴിഞ്ഞാൽ വലിയ മാറ്റം കുടുംബത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സമൂഹത്തിൽ, കുടുംബത്തിൽ എന്ന് വേണ്ട എല്ലായിടങ്ങളിലും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും, എനിക്ക് എന്നെ തിരിച്ചറിയാനും, എൻ്റെ പല കുഴപ്പങ്ങളും, എൻ്റെ അസൂയ, എൻ്റെ ആളുകളി തുടങ്ങിയ പല കുഴപ്പങ്ങളെയും മാറ്റി നിർത്താൻ കൂടി സഹായിക്കുന്ന ഒന്നാണ്. അതിനെ കർശനമായ രീതിയിൽ തന്നെ ആത്മപരിശോധനയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് പ്രശസ്തിയിലെ അപകടത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഡെയിലി റിഫ്രഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ടേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.